ആൽബിയുടെയും മീനയുടെയും മകനാണ് 12 വയസ്സുകാരനായ ജെറി. ആ കുട്ടിക്ക് ക്യാൻസർ ആണെന്ന് അറിയുമ്പോൾ അവർ രണ്ടാളും വല്ലാതെ വിഷമിക്കുന്നു. അവർ രണ്ടാളും സ്നേഹിച്ച് കല്യാണം കഴിച്ചതാണ്. അതുകൊണ്ട് തന്നെ അവർക്ക് ബന്ധുക്കൾ ആരും തന്നെയായിട്ട് അടുപ്പമുണ്ടായിരുന്നില്ല. അവൾ അമ്പലങ്ങളിലും അവൻ വീട്ടിലും പ്രാർത്ഥിക്കുന്നു. അവർ അമ്പലത്തിൽ പോകുമ്പോൾ ജെറിയുടെ കൂട്ടുകാരി വന്ന് ഒരു ക്യാപ്പ് അവന്റെ തലയിൽ വെച്ചു കൊടുക്കുന്നു. അങ്ങനെ അവൻ ചികിത്സ കഴിഞ്ഞ് സ്കൂളിലേക്ക് പോകാൻ തുടങ്ങുന്നു. ആൽബിൻ ടീച്ചറെ വിളിച്ച് കാര്യം പറയുകയും ടീച്ചറോട് പറയുന്നു അവന്റെ അസുഖം മാറിയിട്ട് ഒന്നുമില്ല, പക്ഷേ അത് മാറി എന്ന് ഞങ്ങൾ വെറുതെ പറയുന്നതാണ് എന്നെല്ലാം പറഞ്ഞ് അവനെ ക്ലാസ്സിൽ ഇരുത്താൻ പറയുന്നു. എല്ലാ കുട്ടികളും അവനെ സഹതാപത്തോടെ നോക്കുമ്പോഴും ഒരു കുട്ടി അവനെ കളിയാക്കുന്നുണ്ട്. കുറച്ച് സമയത്തിന് ശേഷം മീന ഓടി ഹോസ്പിറ്റലിൽ ആൽബിൻ അവിടെ ഉണ്ടായിരുന്നു. എന്റെ മകന് എന്തു പറ്റി എന്ന് ചോദിച്ചാണ് അവൾ ഓടി അവന്റെ അടുത്തേക്ക് വന്നത്. അപ്പോൾ അവിടെ അവന്റെ ക്ലാസ്സിലെ ടീച്ചറും വേറൊരു കുട്ടിയുടെ പേരന്റും ഉണ്ടായിരുന്നു. ക്ലാസ്സിൽ തലകറങ്ങി വീണ് എന്നും അവർ പറയുന്നു. അവർ ഡോക്ടറെ കാണാൻ പോകുകയും ഡോക്ടർ പറയുന്നു എത്രയും പെട്ടെന്ന് ഒരു ഓപ്പറേഷൻ നടത്തുകയാണെങ്കിൽ കുട്ടിയെ വേഗം രക്ഷപ്പെടുന്ന ഡോക്ടർ പറയുന്നു. പിന്നീട് അവർ എത്രയും പെട്ടെന്ന് പണം ഉണ്ടാക്കാനുള്ള ഓട്ടത്തിലായിരുന്നു. അവർ എങ്ങനെ ശ്രമിച്ചാലും 13 ലക്ഷം രൂപ ഉണ്ടാക്കാൻ അവർക്ക് കഴിയുമായിരുന്നില്ല. ചെറിയെ കാണാൻ സ്കൂളിലെ കൂട്ടുകാരെല്ലാം വരുന്നു. പക്ഷേ ആ കളിയാക്കിയ കുട്ടി മാത്രം അവനെ കാണാൻ വരുന്നില്ല. അപ്പോൾ അവൻ ഒരു വൈരാഗ്യവും കണക്കാക്കാതെ ആ പെൺകുട്ടിയുടെ കയ്യിൽ ആ കുട്ടിക്ക് വേണ്ടി ഒരു ലെറ്റർ കൊടുത്തയക്കുന്നു. അവർ തിരിച്ചു പോകുമ്പോൾ അവൻ വിഷമത്തോടെ നോക്കി നിൽക്കുകയും ചെയ്യുന്നുണ്ട്. പിന്നീട് മീന അവളുടെ വീട്ടിൽ അവളുടെ ആങ്ങളയെ കാണാൻ പോകുന്നു. ആൽബിയുടെ കൂടെ ഒളിച്ചോടി പോകുന്നതുകൊണ്ട് അവിടെ അവൾക്ക് ഒരു പരിഗണനയും കിട്ടുന്നില്ല. കുട്ടിയുടെ അസുഖത്തിന്റെ കാര്യം പറയുമ്പോൾ അവർ പറയുന്നു പത്രത്തിൽ ഒരു പരസ്യം കൊടുക്കൂ, അങ്ങനെ സഹായം അഭ്യർത്ഥിച്ചാൽ അവന്റെ ഓപ്പറേഷൻ വേഗം നടത്താമല്ലോ എന്ന്. അവളെ അവളുടെ അമ്മയെ പോലും അവൻ കാണാൻ അനുവദിക്കുന്നില്ല. അങ്ങനെ അവിടെ നിന്നും അവളെ നാണം കെടുത്തി പറഞ്ഞയക്കുന്നു. അവൾ കരഞ്ഞുകൊണ്ട് തിരിച്ചു പോരുന്നു. പിറ്റേ ദിവസം ആൽബിൻ പേപ്പർ വായിച്ചുകൊണ്ടിരിക്കുമ്പോൾ അതിൽ ഒരു പരസ്യം കാണുന്നു. കുട്ടിക്ക് സഹായം അഭ്യർത്ഥിച്ചുകൊണ്ടുള്ള പരസ്യം കണ്ട് ആൽബിൻ മീനയെ ചീത്ത പറയുന്നുണ്ട്. അപ്പോൾ മീന പറയുന്നു എന്റെ ഏട്ടൻ എന്നെ പരിഹസിച്ചതാണെങ്കിലും എനിക്ക് അപ്പോൾ അങ്ങനെയാണ് ചെയ്യാൻ തോന്നിയതെന്നും നമ്മുടെ ഈഗോ എല്ലാം മാറ്റിവെച്ച് സഹായം കിട്ടുന്നവരിൽ നിന്നും നമ്മൾക്ക് വാങ്ങിക്കാം എന്നും അവൾ പറയുന്നു. പിന്നീട് ഫോൺ ബെല്ല് അടിക്കുന്നത് കേട്ട് എബിൻ ചെന്ന് എടുക്കുമ്പോൾ ഒരു സഹായ പരസ്യം കണ്ട് സഹായം തരാമെന്ന് പറഞ്ഞു ഒരാൾ വിളിക്കുന്നു. അവിടേക്ക് ആൽബിൻ ചെല്ലുകയും ചെയ്യുന്നുണ്ട്. ആൽബി അയാളെ കാണുന്നു. അയാൾ ആൽബിയോട് പറയുന്നു താൻ 13 ലക്ഷം മാത്രമല്ലേ തരാൻ ഉദ്ദേശിക്കുന്നത് എന്നും 15 lakhs ആണ് ഞാൻ ഉദ്ദേശിക്കുന്നത് എന്ന്. ഓപ്പറേഷൻ കഴിഞ്ഞാൽ ഇനിയും കുറെ ആവശ്യങ്ങൾ ഉണ്ടാകുമല്ലോ എന്ന് അയാൾ അവനോട് ചോദിക്കുന്നു. ആൽബി അയാളോട് നന്ദി പറയുകയും ഇത് എത്രയും പെട്ടെന്ന് ഞങ്ങൾ തിരിച്ചു തരും എന്ന് അയാളോട് പറയുന്നുണ്ട്. അപ്പോൾ അയാൾ പറയുന്നു ഞങ്ങൾ ഇത് ചെയ്യുന്നത് തിരിച്ചു തരാൻ വേണ്ടിയല്ല, പക്ഷേ ഞങ്ങൾക്ക് ആൽബി ഒരു ഉപകാരം ചെയ്തു തരണമെന്നും ഞങ്ങളുടെ കമ്പനിയിൽ ആവശ്യമില്ലാതെ ഇടപെടുന്ന ഒരാളുണ്ട്, അയാളെ ഈ ഭൂമിയിൽ നിന്നും ഇല്ലാതാക്കണം എന്നും ആൽബിയോട് അയാൾ പറയുന്നു. ഇത് കേട്ട് ആൽബിൻ ഞെട്ടിത്തെറിച്ചിരിക്കുകയാണ്. അവൻ അവിടെ നിന്നും സങ്കടത്തോടെ ഇറങ്ങി ഭാര്യയെ വിളിക്കുന്നു. അവൾ ചോദിക്കുന്നുണ്ട് അയാളെ കണ്ടോ എന്ന്. അപ്പോൾ അവൻ പറയും അത് ഒരു പലിശക്കാരനാണെന്നും സ്വർണമോ ആധാരമോ കൊടുത്താൽ മാത്രമേ പണം കിട്ടുകയുള്ളൂ എന്നും അവൻ അവളോട് കള്ളം പറയുന്നു. പിന്നീട് അവൻ ഒരു ഡോക്ടറെ കാണുന്നുണ്ട്. ഡോക്ടറോട് അവൻ പറയുന്നു തന്റെ കിഡ്നി കൊടുത്താലും മകനെ രക്ഷിക്കാൻ കഴിയുമോ, തന്നെ ഒന്ന് സഹായിക്കണമെന്ന്. ഇതിന്റെ നെക്സ്റ്റ് പാർട്ട് കാണാൻ ഒന്ന് സബ് ചെയ്യാൻ മറന്നേക്കല്ലേ.